IPL ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ടീമുകളിലൊന്നായ മുംബൈ ഇന്ത്യൻസ് 2026 സീസണിൽ വിയർക്കുകയാണ്. RCBക്കെതിരെ നടന്ന നിർണായക മത്സരത്തിൽ പരാജയപ്പെട്ടതോടുകൂടി പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ് മുംബൈ ഇപ്പോൾ. രോഹിത് ശർമ്മ, ജസ്പ്രീത് ബുംറ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, തിലക് വർമ്മ എന്നിങ്ങനെ വമ്പൻ താരങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് മുംബൈ പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം കാഴ്ചവെക്കാത്തത് എന്ന സംശയമാണ് ക്രിക്കറ്റ് ആരാധകർക്കിടയിലുള്ളത്. പവർ പ്ലേ ഓവറുകളിൽ വിക്കറ്റ് വീഴ്ത്താനാകാത്തതും റൺസ് വിട്ടുകൊടുക്കുന്നതുമാണ് മുംബൈയെ പ്രതിസന്ധിയിലാക്കുന്നത്. വിക്കറ്റ് നേടുവാൻ ജസ്പ്രീത് ബുംറയ്ക്ക് സാധിക്കാത്ത ഘട്ടത്തിൽ അവസരത്തിനൊത്തുയരാൻ ആശ്രയിക്കാവുന്ന മറ്റൊരു ബൗളർ മുംബൈക്കില്ല. ട്രെന്റ് ബോൾട്ടിന്റെ മോശം ഫോമാണ് മുംബൈയുടെ ബൗളിങ്ങിനെ ദുർബലപ്പെടുത്തുന്നത്. വിൽ ജാക്സിന്റെ അഭാവത്തിൽ മികച്ച സ്പിന്നറും മുംബൈ ടീമിലില്ല. ബാറ്റിംഗിൽ വമ്പൻ പേരുകാരുണ്ടെങ്കിലും IPLൽ കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി ശരാശരി പ്രകടനം മാത്രമാണ് രോഹിത് ശർമ്മ നടത്തുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി ഇന്ത്യൻ ദേശീയ ടീമിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനങ്ങൾ മാത്രം നടത്തിയിട്ടുള്ള സൂര്യകുമാർ യാദവിനെ തളയ്ക്കാനുള്ള മാർഗങ്ങൾ എതിർ ടീമുകൾ കണ്ടെത്തിക്കഴിഞ്ഞു. തിലക് കൂടി നിറം മങ്ങിയതോടെ മുംബൈ ബാറ്റിംഗ് നിര കടലാസ് പുലികൾ മാത്രമാണ്. ബൗളിംഗിൽ ഹാർദിക്കും ട്രെന്റ് ബോൾട്ടും നിറം മങ്ങുകയും ജസ്പ്രീത് ബുംറയ്ക്ക് വിക്കറ്റുകൾ നേടാനാവാതെ വരികയും ചെയ്തതോടെ എതിരാളികൾക്ക് എളുപ്പത്തിൽ റൺസ് ഉയർത്താൻ പറ്റുന്ന സാഹചര്യമാണുള്ളത്. വിൽ ജാക്സ് ടീമിലെത്തുന്നതോടെ ഒരു ഹിറ്ററുടെയും ബൗളറുടെയും കുറവ് മുംബൈക്ക് പരിഹരിക്കാനാകും. നിലവിൽ താരത്തിന്റെ അഭാവവും മുംബൈയെ ബാധിക്കുന്നുണ്ട്. RCBക്കെതിരെ പരാജയപ്പെട്ട ശേഷം വരും മത്സരങ്ങളിൽ ടീം കോമ്പിനേഷനിൽ മാറ്റം വരുത്തുമെന്നാണ് മുംബൈ നായകനായ ഹാർദിക് പാണ്ഡ്യയും വ്യക്തമാക്കുന്നത്. ഇതെങ്ങനെയാകുമെന്ന സൂചനകൾ തന്നിട്ടില്ലെങ്കിലും വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്.